അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാര്യം കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇന്നതേ നമുക്കൊന്ന് ജസ്റ്റ് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. ഒന്ന് പഞ്ചായത്തിലും പോകണം. പിന്നെ ബർത്ത്ഡേ കഴിഞ്ഞാൽ പുറത്ത് കൊണ്ടാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ചിലപ്പം കൊണ്ടുവന്ന് വിചാരിക്കുന്നു, നമുക്ക് നോക്കാം. അപ്പോൾ ഒരു കുഞ്ഞ് വ്ളോഗൊക്കെ എടുക്കാൻ ഞാൻ കരുതി കേട്ടോ ഒന്ന്. പിന്നെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്, വേറെ ഒന്നുമല്ല, ഇന്ന് എൻ്റെ കിട്ടിയവൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പോൾ വിഷ് ചെയ്തിട്ടില്ല കേട്ടോ. ആൾ പുറത്ത് വരുന്നുണ്ട്, അന്വേഷണം ചെയ്യാൻ കരുതി ചെയ്തിട്ടില്ല. പിന്നെ അപ്പോൾ ഗിഫ്റ്റ് ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞാൻ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം ഞാൻ ജോലിക്ക് പോക്ക് നിർത്തിയത് കൊണ്ട് തന്നെ ഗിഫ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണമെന്നുണ്ട്, നോക്കട്ടെ. പിന്നെ വേറെ ഒന്നുമില്ല, ഗിഫ്റ്റ് എടുക്കാനായിട്ട് മടിയെന്നായിരുന്നേ. കഴിഞ്ഞ ആനിവേഴ്സറിക്ക് കൊടുത്ത ഒരു ആനിവേഴ്സറി ഗിഫ്റ്റ് ആട്ടോ ഇത്. കണ്ടില്ലേ, ഫോട്ടോ ഒക്കെ വെച്ച് പേരൊക്കെ എതിരുള്ള നമ്മുടെ ഒരു പേഴ്സാണ്. ഇന്നേ വരെ ഈ സാധനം അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത്? അപ്പോൾ അതെ, ഈ ഒരു സംഭവം വെറുതെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഞാൻ വേറൊന്നും മേടിക്കാഞ്ഞത് തന്നെ. കാരണം മേടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വല്ലാണ്ട് ഉപയോഗിക്കുന്ന ആളൊന്നുമില്ല. എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമേ ഇതാക്കുള്ളൂ, അല്ലാണ്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വല്ലാണ്ട് ഉപയോഗിക്കില്ല. അപ്പോൾ ഇത് വെറുതെ ഇവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വല്ലാണ്ട്, പിന്നെ എല്ലാം ബർത്ത്ഡേക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ എന്താ റിങ്, വെള്ളിൻ്റെ റിങ്, അതുപോലെ തന്നെ ഡ്രസ്സ്, അങ്ങനെ പല ഐറ്റംസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രാവശ്യം ഞാനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ചെറിയ ഐറ്റംസ് മിഠായികൾ മേടിച്ച് കൊടുക്കണ്ടേ? നമുക്ക് മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന ഒരു ഡ്രസ്സല്ലേ. അപ്പോൾ അവിടെ ഞാൻ വിഷൊന്നും പറഞ്ഞിട്ടില്ല. മിക്കവാറും നിൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടുണ്ടാവും, ഞാൻ സ്റ്റാറ്റസൊക്കെ വെച്ചത്. എന്തായാലും ഇന്നത്തെ വീഡിയോ കാണാം. അപ്പോൾ അതാ ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമായിട്ട് ഇട്ടിട്ടുള്ളത് ഷർട്ടും ജീൻസ് പാൻറ്റും. അപ്പോൾ നമ്മുടെ പേഴ്സ് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് കൊടുത്തേക്കാം. എന്താ പറയണതെന്ന് നോക്കാമല്ലോ. നമ്മൾ ക്യാഷ് മുടക്കി ഇത് ചെയ്യിപ്പിച്ചൊരു ഐറ്റം തന്നെയല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ തന്നെ ഞാനും എളിമയും കൂടെയാണ് കേട്ടോ പോകുന്നത്. നമുക്ക് പഞ്ചായത്തിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഐസിൻ മോനുണ്ട്, ഞങ്ങൾ 3 പേരും കൂടെ ആയിട്ട് പോകുന്നത്. ഇക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ നമ്മളെ കൂടെ നമ്മളെ അടുത്തുള്ളവരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ കുറച്ച് ടീമായിട്ടാണ് പോകുന്നത്. ചെറിയൊരു ആവശ്യമുണ്ട്. ഇക്കാക്ക ഞങ്ങളവിടെ ആക്കിയിട്ട് തിരിച്ചു പോയിട്ട് ഞങ്ങൾ പഞ്ചായത്തിലുള്ള ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ ഉണ്ടായ അനുഭവങ്ങൾ കണ്ടുകൊണ്ടിട്ട്. ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ഈ ഒരു സാധനം തരും. പക്ഷേ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുത്താണ് ഇതിന്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ നല്ല പേഴ്സ്, ഇതാട്ടോ നല്ല പേഴ്സ് കണ്ടില്ലേ. എന്നാലും പെണ്ണുങ്ങൾ ഗിഫ്റ്റ് കൊടുക്കണ വെച്ചാൽ വേറെ തന്നെ അല്ലേ. എന്നിട്ട് ഇത് എടുത്ത് വെച്ചിങ്ങനെ അടുത്ത കൊല്ലവും ഞാനിത് നിങ്ങൾക്ക് തരും. നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടില്ലേ. നമ്മള് ഫസ്റ്റ് ആയിട്ട് പുതിയാപ്പിളക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്താ പുതിയാപ്പിള നിരസിക്കണണ്ടില്ലേ. ഞാൻ പുറത്തു പോയിട്ട് തരാം അല്ലേ. അങ്ങനെയാണ് നമ്മൾ നേരെ പോയത് സർഫിൻ്റെ വീട്ടിലോട്ടോ കേട്ടോ. അതായത് കാരൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. അവിടെ പോയി പിന്നെ കുറച്ച് നേരം സംസാരിച്ച് നമ്മൾ പഞ്ചായത്ത് നേരെ വീട്ടിൽ പോയി. പക്ഷേ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് നേരെ നമ്മൾ റുക്സാൻ്റെ അടുത്താണ് പോയത്. അതായത് കാരൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അവിടെ പോയി റുക്സാനെ വെള്ളമൊക്കെ കലക്കി തന്നു. പിന്നെ തിരുവക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഹൈസിൻമോൾക്ക് ഫുഡൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തിരുവ് പോയി എപ്പോഴുള്ളതൊന്നും പറയാൻ പറ്റില്ല, ചെറിയ കുട്ടിയല്ല. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കൊടുത്തു. അതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് തിരൂർ ഫോറിൻ മാർക്കറ്റിലുള്ള ബിസ്മിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല നല്ല കളക്ഷൻസും നല്ല ഡ്രസ്സും എല്ലാ ഐറ്റംസും അവിടെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയത്. പക്ഷേ എപ്പോൾ പോയാലും ഭയങ്കര തിരക്കാണ് ആ ഷോപ്പിൽ. അങ്ങനെ പിന്നെ നമുക്ക് വിചാരിച്ച എല്ലാ ഐറ്റംസും ഉണ്ട്. പക്ഷേ നമുക്ക് ആ ഡ്രസ്സ് ചേഞ്ച് നോക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ, ഇതിട്ട് നോക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഡ്രസ്സ് എടുത്തില്ല. വേറെ കുറച്ച് സാധനങ്ങൾ മേടിച്ച് നേരെ വണ്ടിയിൽ കയറിയിട്ടാണ്. കാരണം നമുക്കിനി വേറെ 2-3 സ്ഥലത്തൊക്കെ പോകാണ്ട്. അതുപോലെ ഇതൊരു മാർക്കറ്റാണ് കേട്ടോ. അതായത് ഫുള്ള് നല്ല റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നിന്ന് കിട്ടും. അങ്ങനെ പിന്നെ എക്കാക്കൊക്കെ ബെൽറ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ നേരെ പോയത് ഫാമിലിയിലോട്ടാണ് കേട്ടോ. ഫാമിലി വെഡ്ഡിങ് സെൻറ്ററിലാണ്. അപ്പോൾ പിന്നെ നമ്മൾക്ക് ഡ്രസ്സൊക്കെ എടുത്തത് ഇവിടെ നിന്നായിരുന്നു. ഇവിടെയും അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഫാമിലി ഒന്നും കൂടെയാണ് സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ട്, വെറൈറ്റി ഡ്രസ്സുകളെല്ലാം ഉണ്ട്. അങ്ങനെ ഇതാ നമ്മളവിടെ പോയത് ഈ ഒരു ഐറ്റമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് അടിപൊളിയായിട്ടുള്ളൊരു ഷർട്ട് തന്നെ കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ അപ്പോൾ കാരണം എൻ്റെ കയ്യിൽ ഫോണായിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റണില്ല. അതുകൊണ്ടാണ് ഞാനൊരു ഭാഗം വായിൽ വെച്ചത് കേട്ടോ. അങ്ങനെ ഈ ഒരു ഡ്രസ്സാണ് നമ്മൾ ഇഷ്ടപ്പെട്ടെടുത്തത്. ഒരുപാടുണ്ട്, പക്ഷെ നമുക്ക് ഇട്ടിട്ട് സ്യൂട്ടാവുന്നതല്ല നമ്മൾ എടുക്കുക. അപ്പോൾ പിന്നെ കുറേ നേരം നോക്കിയിട്ടാണ് ഇത് നമ്മൾ കൺഫേം ചെയ്തത്. അതിന് നമ്മൾ ഈ യെല്ലോ കളർ ഷാളും എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടോപ്പും ഷാളും മാത്രമേ നമ്മൾ എടുക്കുന്നത് കേട്ടോ. പിന്നെ അപ്പോൾ ഇത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ നേരെ പോയി ഇക്കാക്ക് ഷർട്ട് നോക്കി.
കാക്ക് കാരണം ബർത്ത്ഡേ അല്ല പിന്നെ വക ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണ്ടേ. അങ്ങനെ നമ്മൾ നേരെ പോയത് ഷർട്ടൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആയിട്ട് ഞാനൊന്നും കൊടുത്തില്ല എന്ന് പറയണ്ട. ഷർട്ട് പൊന്തിച്ച് കാണിക്കൂ. അതെ ഗൈസ്, ഈ 2 ഷർട്ടും ഞാൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെടുത്തില്ല എന്ന് പറയണ്ട, നമുക്ക് എടുത്ത് തരുമ്പോൾ നമ്മളെടുത്ത് ഇടുകണ്ടേ അല്ലേ. ഇതായിട്ടൊരു ഷർട്ട്, അതാ ഐസ് എടുത്താ. പിന്നെ ഇതൊരു ഷർട്ട്, അത് നോക്ക് കൂടിയിട്ട് നെടലുണ്ടാവില്ല. ഇതാട്ടോ തിരിഞ്ഞേക്ക്. അപ്പോൾ ഇതാട്ടോ ഞാൻ അടുത്തടുത്ത ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെടില്ല. അങ്ങനെ ആ ഡ്രസ്സ് എടുത്ത് ബില്ലെടുത്ത് നേരെ പോകട്ടോ നമ്മളെടുക്ക് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർക്ക്. അപ്പോൾ ഇത് ലിഫ്റ്റിൻ്റെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ 2nd ഫ്ലോറിലായിരുന്നു ഉണ്ടായിരുന്നത്. ലിഫ്റ്റാണെങ്കിൽ ഏറ്റവും മുകളിൽ പോയിട്ട് കുറേ ടൈം എടുത്തോട്ട് ഇങ്ങോട്ട് വരാൻ. അങ്ങനെ പിന്നെ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി. ആ പൈസൻ്റെ എന്തൊക്കെയോ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എത്തി വലിയായിരുന്നു. അപ്പോഴാണ് ലിഫ്റ്റ് പെട്ടെന്ന് താഴോട്ട് പോയത്. അവളൊന്നും ആകെ പേടിച്ച് പോയത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, എനിക്ക് ബില്ലൊന്ന് അടയ്ക്കണം. അതാണ് പറ്റാത്തത്. അവിടെയും കുറേ നിൽക്കണം, ഇപ്പുറത്തും പോയി കുറേ ഭയങ്കര അടങ്ങാറാണ് ഗൈസ് ആ ഒരു സംഭവം. അങ്ങനെ നമ്മൾ പോയി ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ തന്നെ അപ്പോൾ ഞാൻ ചെയ്ത് കൊടുത്തു. ഇതാ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ ചെയ്ത് കൊടുത്ത്. അത് കഴിഞ്ഞ് പിന്നെ കാക്കാൻ്റെ വീടാണ്. കാക്ക എൻ്റെ ഡ്രസ്സിന് ക്യാഷ് കാക്കയും കൊടുത്തു. ഞാൻ നമ്മൾ ഡ്രസ്സിന് വേണ്ടിയിട്ട് ഇതേ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് വെയിറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ അവിടെയും തിരക്കുണ്ട്, കുറേ പേരുണ്ട് അപ്പുറപ്പുറക്കായിട്ട് നിൽക്കണം. അങ്ങനെ നമ്മുടെ ഡ്രസ്സ് അവർ നമുക്ക് എടുത്തു തന്നു. അങ്ങനെ അതും മേടിച്ചു. അപ്പോൾ എൻ്റെതാണ് എനിക്ക് ആദ്യം ഞാൻ ബില്ല് കൊടുത്തുകൊണ്ട് എനിക്ക് ആദ്യം അതായത് കാകെടുത്ത ഡ്രസ്സ് എനിക്ക് കിട്ടി. അപ്പോൾ അതൊക്കെ മേടിച്ച് നേരെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ ഐസിമോൻ ഒന്ന് വീണായിരുന്നേ. അങ്ങനെ അവൻ എടുത്ത് നേരെ നമ്മുടെ ഓട്ടോറിക്ഷയിൽ വന്ന് കയറിയിരുന്നു. അങ്ങനെ തിരിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകട്ടോ. നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എമ്മിമോളും അയാൻമോനും നമ്മൾ കൂടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ അത്ര ഒരു ഇതുണ്ടായിരുന്നില്ല, മനസ്സിനൊരു സുഖം കിട്ടില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് നേരെ വീട്ടിലേക്ക് ഒരു സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടാ. കുറച്ച് പച്ചക്കറി ഐറ്റംസൊക്കെ നമ്മൾ വീട്ടിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരത്തെ വീട്ടിലോട്ട് വന്നു. നമുക്ക് വീട്ടിൽ പോയിട്ട് കുറച്ചൊരു പരിപാടി ഉണ്ട് കേട്ടോ, വേറെ ഒന്നുമില്ല. കാരണം ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ട്. അത് 5 മണിക്ക് എത്താനാണ് പറഞ്ഞത്. നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഏകദേശം 6:30 മണി കഴിഞ്ഞിട്ടുണ്ട്. സാധനമൊക്കെ മേടിച്ചെത്തുമ്പോൾ നേരം വൈകിയിട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചതിന് ശേഷം പിന്നെ ഇത് നമ്മൾ വാങ്ങിച്ച ഡ്രസ്സ് ഇട്ടോട്ടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ കാക്കിയും ഞാൻ മേടിച്ചെടുത്ത ഡ്രസ്സ് തന്നെ ഇട്ടത്. അങ്ങനെ നമ്മൾ വീണ്ടും മക്കളൊക്കെ ഇത് മാറ്റി ഒരുക്കി എല്ലാവരും കൂടി തന്നെയാണ്, അതായത് ഞാനും മക്കളും കാക്കയും കൂടെ ഇട്ട് പോകണത് ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷ കയറിയിട്ടാണ്. ഇത് നേരെ പോണത് സർഫിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ വെച്ചിട്ടാട്ടോ പരിപാടി ഉള്ളത്. പിന്നെ അപ്പോൾ ഞങ്ങളാണ് കുറച്ച് ലേറ്റ് ആയത് എത്താൻ. ബാക്കി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളെത്തുമ്പോൾ 7:30-8 മണി ഏകദേശം ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏറ്റവും ലാസ്റ്റ് എത്തിയത് നമ്മളായിരുന്നു. നമ്മളവിടെ എത്തിയത് നമ്മൾ ജന്നമോൾ ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജന്നമോളും ആയാലും ചായച്ചുമാണ് ഏകദേശം അവർക്ക് ഒരേ പ്രായം എന്ന് വെച്ചാൽ കുറച്ച് മാസങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ അവർ. അങ്ങനെ അവരങ്ങനെ അകത്തോട്ട് പോയി. അപ്പോൾ നല്ല ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ കരുതി ഒന്ന് വീഡിയോ എടുക്കും. പിന്നെയാണ് ഓർത്തത് കെട്ടുവാൻ്റെ അടുത്തുള്ളൊരു വീഡിയോ എടുത്തിട്ടില്ല, കാരണം രണ്ടാളും പുതിയ ഡ്രസ്സാലും ഇട്ടിക്കണത്. അപ്പോൾ ഞാൻ പിടിച്ച് നിർത്തി ഇതൊരു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ അങ്ങനത്തെ മക്കളെല്ലാവരും അകത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനും കാക്കിയത് അകത്തോട്ട് കയറി കേട്ടോ. പിന്നെ നമ്മൾ ഐസിൻ മോനെ ആരുടെയും കൂടാണ്ട് പോവില്ല, നമ്മളെ കൂടെ തന്നെ വരുള്ളൂ. അങ്ങനെ ഐസിൻ നമ്മളെ കൂടെ ബാക്കിലായിട്ടാണ് കയറിയത്. നമ്മളാണ്ട് കയറിയപ്പോഴേക്കും ഇത് എല്ലാവരും നമ്മളെ മുന്നിൽ കണ്ട് വന്നിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ നമുക്ക് ഭയങ്കര കളിയാക്കി ചിരിക്കുകയാണ്. അങ്ങനെ തന്നെ കുറേ വീഡിയോസ് എടുത്തൊക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിന് പറയുമ്പോൾ നമ്മൾ പുറത്ത് കൊണ്ടുപോയി കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ വയ്ക്കും വയ്ത്താലെ വരും. പിന്നെ അതേ നമ്മളെ മക്കൾസ് എല്ലാവരും എല്ലാവരും അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി സംസാരിക്കുകയാണ്. നമ്മളും എല്ലാവരും കൂടി കുറേ സംസാരിച്ചു. പിന്നെ വീഡിയോ എടുക്കാമെന്ന് കരുതി ഞാൻ നേരെ കിച്ചണിലോട്ട് പോകുന്നു. കാരണം ഭയങ്കര കുക്കിങ്ങിലാണ് പുറത്ത്. നമ്മുടെ അർസൽ, അതുപോലെ ജാസിർ, റിയാസാക്ക, പിന്നെ സർഫ്, അതുപോലെല്ലാവരും ഭയങ്കര ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കില്ല കേട്ടോ. പിന്നെ ഇപ്പുറത്തെ മസാലയൊക്കെ വേവുന്നുണ്ട്. ചോറ് അപ്പുറത്തൊക്കെ എല്ലാവരും റെഡിയാക്കിയാണ്. ഭയങ്കര കുക്കിങ്ങിലാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് ഫുഡ് വെച്ച് തന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. സാധാരണ നമ്മളാണ് അവർക്ക് സെർവ് ചെയ്യാറ്, പക്ഷെ ഇപ്രാവശ്യം അവരാണ് നമുക്ക് സെർവ് ചെയ്യട്ടോ. അവർ ലാസ്റ്റ് കഴിക്കുന്ന ആൾക്കാർ. അങ്ങനത്തെ ഫുഡൊക്കെ റെഡിയാക്കി മസാലയൊക്കെ നല്ല സെറ്റാക്കി അടിപൊളി ചോറായിരുന്നു കേട്ടോ. ചോറിൻ്റെ കൂട്ടാൻ പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചോറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ചോറിന് വിളമ്പി തട്ടിലോട്ടൊക്കെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ ഏകദേശം ഫുഡ് കഴിക്കാൻ ടൈമായിട്ടുണ്ട്. ഒന്നാമത് നമ്മൾ വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ ഭയങ്കര അടങ്ങാറല്ലേ ഫുഡ് കഴിക്കും. പിന്നെ ഒരു ഗർഭിണി ഉണ്ട് നമ്മളെ കൂടെ. അപ്പോൾ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ
നമ്മൾ പിന്നെ കൂടുതൽ ടൈം എടുപ്പിച്ചില്ല. എല്ലാവരുടെയും ഫുഡൊക്കെ വിളമ്പി നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് അവർ തന്നെയാണ് നമുക്ക് ഇതൊക്കെ സെറ്റാക്കി തരുന്നത് കേട്ടോ. നമ്മൾ പോയി കഴിച്ചാൽ മാത്രം മതി. അതിനൊരു ഇതാ പിന്നെന്താണ് ചോറിതാ നമ്മളെ കയ്യിൽ ഇങ്ങോട്ട് തന്നു. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യുക, നമ്മൾ ടേബിളിൽ കൊണ്ടുപോയി വെക്കണം. അത് നമ്മൾ കരുതി നമ്മളെ കെട്ടിയന്മാരെല്ലാവരും കൂടി ഇരുന്നോട്ട് വെച്ചിട്ടായിരുന്നു. പക്ഷെ അവർ സമ്മതിച്ചില്ല കേട്ടോ. അവർ പറഞ്ഞു നിങ്ങൾ കഴിച്ചോളി, നമ്മൾ ലാസ്റ്റ് ഇരുന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുട്ടികൾക്കൊക്കെ ആദ്യം എല്ലാവരും ഫുഡൊക്കെ വിളമ്പി കൊടുത്തിട്ടോ. കാരണം മക്കളല്ലാതെ ഇരിക്കേണ്ടത്. അങ്ങനെ അവർക്കുള്ളതൊക്കെ ഹോളിൽ എല്ലാവരും ഒതുക്കി ഇരുത്തിയിട്ട് ഫുഡൊക്കെ അവർ തന്നെ നമ്മളെ കെട്ടിയന്മാർ തന്നെയാണ് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നത്. സാധാരണ എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമ്മളാണ് മക്കളെ നോക്കാറ്. ഇപ്രാവശ്യം അവരാണ് മക്കളെ നോക്കിയത് കേട്ടോ. നല്ല രസമായിരുന്നു എന്തായാലും ഈ ഒരു ദിവസം. പിന്നെന്താണ് അങ്ങനത്തെ മക്കളൊക്കെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെന്താണ് അടുത്ത നമ്മൾ ഓടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടേബിളിൽ വന്നിരുന്നിട്ടുണ്ട്. നമുക്കിതേ ഫുഡൊക്കെ സെർവ് ചെയ്യാണ്. പിന്നെ അപ്പോൾ ലാസ്റ്റ് ഇപ്രാവശ്യം ആണുങ്ങൾ ലാസ്റ്റ് അങ്ങോട്ട് ഇരിക്കട്ടെ. നമ്മളിങ്ങനെ ആസ്വദിച്ച് കഴിച്ച് ചൂട് കൊടുക്കുന്ന ഫുഡ് കഴിക്കുക. അവർ ഫുഡൊക്കെ ചൂടാറിയിട്ട് സാവകാശം കഴിച്ചാൽ മതി. ഇപ്രാവശ്യം രസമല്ലേ അല്ലേ? എല്ലാ പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ പ്രാവശ്യം അവർ നമുക്ക് ചെയ്യട്ടെ അല്ല പിന്നെ. അങ്ങനെ പിന്നെ നമ്മളൊക്കെ ചോറ് നമുക്ക് ആവശ്യമുള്ള, അതായത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് അവരവർക്ക് ആവശ്യമുള്ള ഫുഡൊക്കെ നമ്മൾ വിളമ്പി പിന്നെ കഴിച്ചു കൂട്ടാ. നമ്മളെ കെട്ടിയന്മാർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. കണ്ടില്ലേ എന്തൊരു സ്നേഹമെന്നറിയോ? ഇതുപോലൊക്കെ ഉണ്ടാവുമോ? വെള്ളമൊക്കെ ഒഴിച്ചാൽ നമ്മളിങ്ങനെ ഊട്ട് തന്നെ എല്ലാവരും തിന്നോളി അല്ല പിന്നെ അങ്ങനെതോ നമ്മൾ ഫുഡ് കഴിക്കട്ടോ. പിന്നെ എല്ലാവർക്കും മനസ്സിലായി ഇല്ല ഫസ്റ്റ് ഇരുത്തണ്ടില്ലേ എന്നുള്ളത്. നമ്മൾ സംസാരിച്ച് നമ്മൾ വല്ലപ്പോഴല്ലേ കാണാറുള്ളൂ. എല്ലാവരും ഇതേപോലെ സംസാരിച്ചിരുന്ന് കെട്ടിയന്മാരെ കുറ്റം പറയാൻ പറ്റിയ അവസരമാണല്ലോ എല്ലാവരും കൂടെ കൂടുമ്പോൾ. പിന്നെ ആരും നോക്കിയില്ല, തിരിച്ചും മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും കുറ്റവും പറഞ്ഞിരുന്നു കേട്ടോ. വേറെ ആരുതല്ല കേട്ടോ, നമ്മളെ കെട്ടിയന്മാർ തന്നെ. അവനിപ്പോൾ എന്താ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് പിന്നെ നമ്മളെ കെട്ടിയന്മാരെല്ലാവരും പിടിച്ചിരുത്തി അവർക്കും കൊടുത്തു കേട്ടോ. നമ്മൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, അവരെ ഒറ്റയ്ക്ക് എടുത്ത് തിന്നുന്നുണ്ട്. ഇതുപോലെയുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന് നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി, അതായത് പലർക്കും പല സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. ഇതുപോലൊക്കെ കൂടുന്ന ടൈമിലായിരിക്കും ഒന്ന് ഹാപ്പി ആവാൻ പറ്റിയല്ലേ. അപ്പോൾ അതിന് നമ്മുടെ വൈബിന് പറ്റിയ ആൾക്കാർ തന്നെ കേട്ടോ നമ്മളെ കെട്ടിയന്മാരും കൂട്ടുകാരികളൊക്കെ. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെന്താണ് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. അതിനിടെ നമ്മൾ കിച്ചൺ ക്ലീനിങ്ങും അതുപോലെ മക്കൾക്ക് ഹോളിലൊക്കെ ഫുഡ് വെച്ചിട്ട് കൊടുത്തുകൊണ്ട് തന്നെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യേണ്ട ഒരവസ്ഥയായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തു. മൊത്തത്തിൽ കിച്ചണൊക്കെ കണ്ടില്ല അടിപൊളിയായി ക്ലീൻ ചെയ്തു. പിന്നെ ഓരോരുത്തർക്ക് ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞു. അതിൻ്റെ നമ്മൾ എല്ലാവരും കൂടിയതല്ല, അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് കരുതി ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഫോട്ടോ എടുക്കൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാവരും പിരിഞ്ഞത്. കാരണം നമ്മൾ കൂടുമ്പോൾ ഒരു ഫോട്ടോ എടുക്കൽ രസമല്ലേ. പിന്നെ കൂടാത്ത ഒരുപാട് പേരുണ്ട് ഇതിൽ. അപ്പോൾ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെക്കുമ്പോൾ അവർക്കൊന്നും തന്നെ ഒന്ന് അവരെ സങ്കടപ്പെടുത്തുക അത്രേ ഉള്ളൂ. ഒരുപാട് ആൾക്കാരുണ്ട്, ഇതൊന്നുമല്ല കേട്ടോ അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഇനിയും ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവർക്കും പല സാഹചര്യങ്ങളായതുകൊണ്ട് തന്നെ കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ ഫുഡ് കഴിക്കലും ഫോട്ടോ എടുക്കൽ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരായിട്ട് ഇങ്ങനെ പോയിട്ടാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ വന്നതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ തന്നെ പോയത്. എല്ലാവരും പോയി ഫുഡ് കഴിഞ്ഞ് എല്ലാവരും പോയിട്ടാണ്. അപ്പോൾ ഇനി അടുത്ത കൂടുതൽ എന്താണെന്ന് അറിയില്ല. ഇതിന് മുന്നേ ഇതുപോലെ നമ്മളെല്ലാവരും കൂടിയൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇനി ഒരു കൂടുതൽ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഉണ്ടാവട്ടെ, രസമല്ലേ. അതൊക്കെ നമുക്കൊരു ഓർമ്മ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും യാത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും പോകാൻ ഏകദേശം ഒരുപാട് ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 9-10 മണി ഒക്കെ ആയിട്ടുണ്ട് നമ്മളെല്ലാവരും വീട്ടിൽ നിന്ന് പോകാൻ. നല്ല നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവിടെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ശബ്ദമൊക്കെ പോയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.